എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ പലർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പലരുടെയും മോശമായിട്ടുള്ള പ്രതികരണമൊക്കെ കണക്കാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ അത് സീരിയൽ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സീരിയൽ നായകന്മാരെയോ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ അനാവശ്യമായിട്ട് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ വന്ന് കരയുന്ന ഒരുപാട് കഴുതകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ കരയുന്ന കഴുതകൾക്കൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കരച്ചിൽ കൂടിപ്പോവുകയാണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നീട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ പേര് സഹിതം, പേര് ID എല്ലാം സഹിതം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതൊക്കെ ഞാൻ ഇപ്പോഴേ തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഇപ്പോൾ നിലവിലുള്ള സീരിയലുകളെ പറ്റിയാണ് പറയാനുള്ളത്. സീരിയലുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ അപ്പോഴെങ്കിലും കുറേ പേരൊക്കെ ചോദിക്കും, അതെങ്ങനെയാണ്, സീരിയലുകൾ എന്ത് ചെയ്തു? സീരിയലുകൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയാൽ എല്ലാ കാര്യവും അറിയാമല്ലോ, അല്ലെങ്കിൽ മറ്റ് പല ആപ്പുകളിൽ കയറിയാലും അറിയാലോ, സീരിയലിനെ മാത്രം എന്തിനു പഴിക്കുന്നു എന്ന് പലരും ചോദിക്കും. പക്ഷേ എത്രയൊക്കെ സീരിയൽ കാണുന്നില്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും, ഒട്ടുമിക്ക ആളുകളുടെയും 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ 70 പേരുടെ വീട്ടിലെങ്കിലും സീരിയൽ വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഒരു കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് പോലും സീരിയൽ തികച്ച് കാണിക്കാറില്ല എപ്പിസോഡ്. എന്ന് വെച്ചാൽ കൂടുതലും കാണിക്കുന്നത് പരസ്യങ്ങളാണ് വരുന്നത്. സീരിയൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തിരിച്ചയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇത്തിരിച്ച കട്ട് ചെയ്യുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ അത്രയ്ക്ക് കാത്തിരിക്കും പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് കാണാനുള്ള ആ ഒരു ക്ഷമയില്ലാത്ത ആളുകൾ യൂട്യൂബിൽ കയറിയിട്ട് ഈ സീരിയലുകളുടെയൊക്കെ റിവ്യൂ കാണാറുണ്ട്. അതിന് ഞാൻ ഇത്രയും കർശനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അത്രയും ദൃഢമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നേരത്തെ മറ്റൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഉത്തര പ്രൊമോ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ചാനൽ. ആ ഒരു ചാനൽ മോണിറ്ററേഷനായ ചാനലാണ്. അതിനകത്ത് ഞാൻ സീരിയലിൻ്റെ റിവ്യൂ ആണ് കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വരെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനത് മാറ്റിപ്പിടിച്ചു. എന്ന് വെച്ചാൽ മാറ്റിപ്പിടിച്ചതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഓണത്തിന് ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അതിൽ വീഡിയോയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് റീച്ച് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അത് കുത്തനെ അങ്ങ് താന്നു, റീച്ച് അങ്ങ് താന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഓണമൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്, മൊത്തം 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സീരിയലുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സീരിയലുകൾ നോക്കുമ്പോഴത്തേക്ക് സീരിയലിൻ്റെ സ്റ്റോറികൾ മിക്ക സീരിയലിൻ്റെയും പാടെ അങ്ങ് മാറി എന്ന് മാത്രമല്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ സീരിയൽ റിവ്യൂ ചെയ്ത് ശീലിക്കുന്ന ആളുകൾക്ക് നമുക്ക് എങ്ങനെ സ്റ്റോറി മാറിയാലും നമുക്ക് അതിനകത്ത് എടുത്ത് കണ്ട് സ്റ്റോറി ചെയ്യാൻ പറ്റും, വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും, അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സീരിയലുകളിലെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് ശരിക്കും അത് റിവ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ്. പല സീരിയലുകളിലും അത്രയും മോശമായിട്ടുള്ള ഡയലോഗുകളാണ് അവർ പറയുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ, ഞാനൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയലോഗ് സഹിതം, ഞാൻ മാത്രമല്ല എല്ലാവരും റിവ്യൂ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഡയലോഗ്സ് ഫുള്ളായിട്ട് പറയാതെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ രീതിയിലല്ല, ഡയലോഗൊക്കെ പറഞ്ഞ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ വരാറും ഉള്ളതായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള സീനുകളും ഡയലോഗുകളും. അപ്പോൾ അത് കാരണമാണ് പിന്നീട് എനിക്ക് ഒരു ജാള്യത തോന്നി, അതെങ്ങനെ പറയുന്നത് എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട, സീരിയൽ ചെയ്യേണ്ട, ഒരു കുന്തവും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അങ്ങ് വിട്ടിട്ട് പിന്നീട് ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഈ ഒരു യൂട്യൂബ് ചാനൽ 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇത് തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ
അപ്പോൾ എന്ന് വെച്ചാൽ ആ പറയുന്ന ചാനൽ ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ കുട്ടി കുട്ടി വ്ളോഗുകളൊക്കെ ഇടാനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഞാൻ സീരിയലിൻ്റെ റിവ്യൂ ഞാൻ ഇടയ്ക്ക് നിർത്തി. അപ്പോൾ ഇത് പറഞ്ഞത് ഞാൻ സീരിയൽ ഇടുന്നത് നിർത്തിയതിലുള്ള കാരണം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ സീരിയൽ മനുഷ്യനെ ചീത്തയാക്കുന്നതിൽ, കൂടുതലും പെണ്ണുങ്ങളെ ചീത്തയാക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു സീരിയൽ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് ഇന്നിപ്പോൾ രാത്രിയിൽ കണ്ടു തീർന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തൊരു നേരത്തെ കുട്ടി റിവ്യൂ കാണും. അപ്പോൾ കഥ മനസ്സിലാവും, ആശ്വാസമായി. പിന്നീട് രാത്രിയിൽ കുത്തിയിരുന്ന വീഡിയോ കാണും. ഇതുപോലെ മറ്റ് പല ആളുകളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ റിവ്യൂ ഇടുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു റിവ്യൂ അങ്ങോട്ട് ഇട്ട് മാറുന്നതിന് നമുക്ക് അറിയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കാണുമ്പോഴേ നമുക്കറിയാം അത്രത്തോളം ആളുകൾ അതിനൊക്കെ തന്നെ പ്രൊമോ വന്നു കഴിഞ്ഞാൽ പറയുന്നതിനമ്മച്ച് അത് ലക്ഷങ്ങൾ മറിയുന്ന അതായത് ചാനലുകളുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, സീരിയലുകൾ വന്നതിന് ശേഷം ഈ സ്ത്രീകളുടെ രീതി പോലും മാറിയെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ ഇത്, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പോലും വിളക്ക് കൊളുത്തുന്നതൊക്കെ പെട്ടെന്നാണ്. കാരണം സീരിയൽ തുടങ്ങുമല്ലോ, 6 മണിക്ക് സീരിയൽ തുടങ്ങും. അത് കാണണ്ടേ? ഈ സീരിയലിൽ കൊടുക്കുന്ന എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, എന്ത് മെസ്സേജാണ് സീരിയലുകൾ കൊടുക്കുന്നത്? എല്ലാ സീരിയലും, ഏത് സീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ആണുങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. വെറും ക്ണാപ്പന്മാരെന്ന് പറഞ്ഞാൽ വെറും ക്ണാപ്പന്മാരാണ് സീരിയലിലുള്ള ആണുങ്ങൾ. മിക്ക സീരിയലിലും അങ്ങനെയാണ്. കഥാപാത്രങ്ങളെല്ലാം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും. ഒരു വീടുണ്ടെങ്കിൽ ആ വീടിനെ നയിക്കുന്നത് സ്ത്രീ ആയിരിക്കും. പുരുഷൻ അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ സ്ത്രീക്ക് എന്താ ഒരു വീട് ഭരിച്ചാലേ പറ്റില്ലേ, പുരുഷൻ തന്നെ ഭരിക്കണമെന്ന്? അങ്ങനെയൊന്നുമില്ല. സ്ത്രീക്കും പുരുഷനും തുല്യത ആവാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഗൃഹനാഥന് തന്നെയാണ് പ്രാധാന്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും. അതിന് തൊട്ട് താഴെയായിട്ട് വരും ഗൃഹനാഥയ്ക്ക്. അപ്പോൾ അവർ തമ്മിൽ എന്ന് കരുതിയിട്ട് ഞാൻ വലിയ ആൾ, നീ എൻ്റെ അടിമ, അങ്ങനൊന്നും ഒന്നില്ല. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ തുല്യത ഇല്ലെങ്കിലും ഒരു തട്ട് താഴെയാണ് നിൽക്കുന്നതിലും കുഴപ്പമില്ല. ഇവിടെ ഭാര്യ എന്ന് പറയുന്ന ആൾ വലിയ കൊച്ചമ്മയും ഭർത്താവെന്ന് പറയുന്ന ആൾ വെറും കോഞ്ഞാട്ടയും. അത് എന്ത് മെസ്സേജാണ് അതുകൊണ്ട് സീരിയലിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ തന്നെ ഇത് സംരക്ഷണം ചെയ്താൽ മാത്രമേ സ്ത്രീകൾ ഇതിനെ ഇഷ്ടപ്പെടുള്ളൂ. കൂടുതലും സീരിയലുകളൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളാണ് സീരിയലുകൾ കൂടുതലായിട്ടും സ്ത്രീജനങ്ങൾ തന്നെയാണ് കാണുന്നത്. അവർ തന്നെയാണ് അതിൻ്റെ പ്രേക്ഷകർ. ആണുങ്ങളും കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ആണുങ്ങളെ വെറും കിഴങ്ങന്മാരായിട്ട് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് സീരിയൽ എടുത്താലും അങ്ങനെ തന്നെയാണ്. ആണുങ്ങൾ വെറും കിഴങ്ങന്മാരും പെണ്ണുങ്ങളങ്ങ് എന്തൊക്കെയോ സംഭവങ്ങളും. ഓരോന്നിൻ്റെയും മുഖഭാവങ്ങളും അഭിനയങ്ങളും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നപ്പനെ എന്തോ ഒരു ഓവർ ആക്ടിങ് ആണെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ചും വില്ലത്തികളൊക്കെ കണ്ണ് തള്ളുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഈ കണ്ണിപ്പോൾ തറയിൽ ഇളവി വീഴുമെന്ന് തോന്നും. അമ്മാതിരി കണ്ണ് തള്ളലും പിന്നെ കഴുത്തിങ്ങനെ വെച്ചൊരു എക്സ്പ്രഷൻ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അവരുടെ ഒരു അഭിനയം എന്ന് പറയുന്നത്. നിങ്ങൾ ഉദാഹരണത്തിന് ഞാൻ കുറേ സീരിയലുകളെ ഞാൻ പറയാം. ഏഷ്യാനെറ്റിൽ തന്നെ മെയിനായിട്ട് എടുക്കാം ഗീതാ ഗോവിന്ദം. എന്താണ് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഗീതാ ഗോവിന്ദം സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു സീരിയൽ തന്നെയായിരുന്നു, അതിലൊരു തർക്കവും ഇല്ല. ഇടയ്ക്കൊക്കെ നല്ലത് തന്നെയായിരുന്നു. ഗോവിന്ദ ഗീതുവൊക്കെ കാട്ടിലൊക്കെ പോയ ആ ഒരു സീനൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഞാനതിൽ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് അല്ലാത്തതൊക്കെ ജസ്റ്റ് വിഴുങ്ങിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ റിവ്യൂ ആ ചാനലിൽ കയറി കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്? അനാർക്കലി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഇപ്പോൾ അനാർക്കലിയുടെ കൂടെ വേറൊരു നാട്ടം വെച്ചൊരു ക്യാരക്ടറൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ സീരിയൽ കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു? പിന്നെ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യം എന്താണ്, എൻ്റെ അമ്മ സീരിയലിൻ്റെ ആളാണ്. എല്ലാ സീരിയലൊന്നും അവർ കാണൂല, 2-3 കാണും. അത് ഞാനിങ്ങനെ എൻ്റെ ഫോണിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് എൻ്റെ വീഡിയോയുടെ എഡിറ്റുകളും കാര്യങ്ങളും, എനിക്ക് 2 മൊബൈലുണ്ടേ, അല്ലെങ്കിൽ മോൾഡേയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് എൻ്റെ ഫോണിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തിന് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് അത് കഥകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തൊരു ചിലപ്പോഴൊക്കെ ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്, ഇത് എന്തോന്ന് ഇവർ കാണിക്കുന്നതെന്ന്. അനാർക്കലിയുടെയൊക്കെ ആ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഓവർ ആക്ടിങ് ആണ്. ഓവർ ആക്ടിങ് ഇട്ട് മരിക്കുകയാണ് അവർ. അതുമാത്രമല്ല
പിന്നെ അനാർക്കലിയുടെ കാര്യം മാത്രമല്ല, അതിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു മണകണാഞ്ചം വന്നിട്ടുണ്ട്, ജയിലിൽ നിന്നൊക്കെ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ആ കഥാപാത്രത്തിൻ്റെ പേരും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. അതൊക്കെ എന്തുവാടേ അയാളൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ഓവർ ആക്ഷനാണ്. കണ്ടാൽ തന്നെ നമുക്ക് കുണം വന്ന് കയറും, അമ്മാതിരി അഭിനയമാണത്. പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെയുള്ള പിന്നെ രാധികാമ്മ എൻ്റെ പൊന്നെ, രാധികാമ്മയ്ക്ക് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ രാധികാമ്മയ്ക്ക് എന്നെ അറിയില്ല. രാധികാമ്മ പിന്നും വേണ്ടൂല. അതിനപ്പുറത്ത് ഓവർ ആക്ടിങ് ഉള്ള ആളുകൾ. ഭദ്രൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ഭദ്രൻ ഇപ്പം ചത്തുപോയതുകൊണ്ട് ഭദ്രൻ്റെ കണ്ണും കവളും ഓവർ ആക്ടിങ് കാണണ്ട. അതുപോലെയുള്ള ഈ അനാർക്കലി എന്ന് പറയുന്ന സാധനത്തിൻ്റെ വസ്ത്രധാരണം, എൻ്റെ പൊന്നു, നമ്മൾ ഹണി റോസിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കിളവി ഏതൊക്കെ വൃത്തികെട്ട രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ആ ഒരു സീരിയലിൽ. ആ ഒരു കഥാപാത്രത്തെയെങ്കിലും മാനിക്കണ്ടേ? ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രധാരണം വേണ്ടേ? ഇവർക്കൊന്നും ഇപ്പോൾ വന്ന് സീരിയൽ നടിമാർക്ക് ആർക്കും, അതായത് സീരിയലിലെ കാര്യമാണ് പറയുന്നത്, അവരുടെ റിയൽ ലൈഫിലെ കാര്യമല്ല പറയുന്നത്. സീരിയലിനകത്ത് വന്നു കഴിയുമ്പോൾ സീരിയൽ കുറ്റം നമുക്ക് പറയാമല്ലോ, അവരുടെ റിയൽ ലൈഫിലെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല, നമുക്കറിയില്ല. അപ്പോൾ സീരിയലിലാണെങ്കിൽ ഈ അനാർക്കലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനാണെങ്കിൽ ഉടുപ്പ് പോലും വേണ്ട. അതാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ. അവർക്ക് ഉടുപ്പ് വേണ്ട. അവരിട്ടിരിക്കുന്ന വേഷങ്ങളൊക്കെ എന്തുവാടെ ഇത്, ഭയങ്കര കൂതറ സെറ്റപ്പാണ്. അവരുടെ അഭിനയവും അതുപോലെ തന്നെയാണ്. എന്തൊരു അഭിനയമാണ്, എന്തൊരു ഓവർ ആക്റ്റാണ്. അതുമാത്രമല്ല, ഈ ഗീതാഗോവിന്ദത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആവശ്യത്തിലധികമുള്ള ഡയലോഗുകൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും അത്രയും വെറുതെ ചപ്പും ചിപ്പും ഡയലോഗുകൾ, ഒടുക്കത്തെ ഡയലോഗുകൾ, ഒരു ആവശ്യമില്ലാത്തടത്തും വെറുതെ ഡയലോഗുകൾ. എന്തിനാണോ എന്തോ. ശരിക്കും ഈ ഒരു പിന്നെ ഇവരൊക്കെ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മേക്കേഴ്സൊക്കെ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗീതാ ഗോവിന്ദത്തിൻ്റെ മേക്കേഴ്സിനോട് പറയാനുള്ള, അതിൻ്റെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഴയ കാലങ്ങളിലുള്ള സീരിയലുകൂടി ഒന്ന് വാച്ച് ചെയ്യൂ. നിങ്ങൾ മഞ്ഞുരുകും കാലം എന്ന് പറയുന്ന സീരിയലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സാന്ത്വനം എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സീരിയലുണ്ടായിരുന്നു. പണ്ടത്തെ ജ്വാലയായി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഇതിൽ നിർമ്മിച്ച ഒരു സീരിയലുണ്ട്. അതുപോലത്തെ പഴയകാല സീരിയലുകളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അതിനകത്ത് ഡ്രസ്സിങ്ങുകളും കാര്യങ്ങളും, അതിനകത്ത് ഓരോരുത്തരുടെ അഭിനയമൊക്കെ എത്ര നാച്ചുറലാണ്, അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് അല്ലാതെ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ സ്ത്രീകളെയൊക്കെ കണ്ണും തള്ളി പല്ലും തള്ളി അവർ നേത്രരോഗികളൊക്കെ ആയി മാറും, ഇങ്ങനെ കണ്ണൊക്കെ എപ്പോഴും ഇങ്ങനെ തുറച്ച് വെച്ചുകൊണ്ടിരുന്നാൽ. ഒരു രസമില്ലാത്ത സീരിയലായിട്ട്, വെറും വേസ്റ്റ്. ഗീതാ ഗോവിന്ദത്തിനെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, വെറും വേസ്റ്റ് സീരിയലായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അതിൽ നായകന്മാർക്കൊക്കെ വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരാണ്. പക്ഷേ അവരുടെ കഴിവുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊന്നും ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് പക്ഷേ ഗോവിന്ദ് ഗീതുവിൻ്റെയൊക്കെ അഭിനയമൊക്കെ വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉമയായാലും പ്രിയയായാലും രേഖയായാലും അവരൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അയ്യപ്പനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അയ്യപ്പന് അഭിനയമൊക്കെ അടിപൊളി എന്ന് തന്നെ പറയാം. ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മ ഇവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡെയിലി ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോവും. അത്രയ്ക്ക് മോശമായിട്ട് വരികയാണ്. അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഡയലോഗ് ഒരാവശ്യമില്ല. എന്തിനാണോ എന്തോ ഇത്രയും ഡയലോഗുകളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ചെയ്യുന്നത്, ഒരു രസവുമില്ല. ഇപ്പോൾ ഇങ്ങനെ മൂക്കി പിടിക്കുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കറങ്ങി ചുറ്റി വന്നാണ് ഇങ്ങനെ മൂക്കി പിടിക്കുന്നത്. അത്രയും വൃത്തിയുടെ ആ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ആ ഒരു സീരിയലിനെ പറ്റിയിട്ട് എനിക്കതേ പറയാനുള്ളൂ. പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എന്താണ്, പത്തരമാറ്റ് സീരിയലിനെ പറ്റി. പത്തരമാറ്റ് സീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരൾ ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ മിക്ക സീരിയലുകളിലും പിന്നെ ഒരു വിവാഹം കഴിച്ച ആളിന് മാത്രമേ, അതായത് ഒരു വിവാഹം കഴിഞ്ഞ ഒരാളെ നെഗറ്റീവ് നായികയുടെ ഹസ്ബൻഡിനെ ആയിരിക്കും നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്ന ആളിന് ആവശ്യം. അതാണ് ഒട്ടുമിക്ക സീരിയലിലും. അതിപ്പോൾ ഏത് സീരിയൽ എടുത്താലും അതിനകത്ത് പ്രധാനമെന്ന് പറഞ്ഞാൽ നായികയ്ക്ക് നായകനുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്ന ഒരു ലേഡി കാണുമല്ലോ, അവർക്ക് വേണ്ടുന്നത് ഈ നായികയുടെ ഒരു വിവാഹം കഴിഞ്ഞ് ഒരുത്തനെ മതി എല്ലാവർക്കും. അതൊക്കെയാണ് സീരിയലിലൊക്കെ കാണുന്നത്.
അപ്പോൾ പത്തരമാറ്റിലും ഇതേണക്ക് കുറേ വൃത്തികേടുകളും കുറേ ഡയലോഗുകളും അനാവശ്യമായിട്ടുള്ള വൃത്തികേടുകളും അനാവശ്യമായിട്ടുള്ള കുറേ ഡയലോഗുകളും ഒക്കെ ഉണ്ട്. എന്നാലും പത്തരമാറ്റ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ്. പിന്നെ പത്തരമാറ്റ് ഇടയ്ക്ക് വെച്ചൊക്കെ വളരെ മോശം ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പത്തരമാറ്റിനെ നമുക്കങ്ങ് വിട്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ചെമ്പനീർ പൂവ്. ചെമ്പനീർ പൂവിലൊക്കെ എന്തോ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. കുറേ എന്തോന്നാണ് സച്ചി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന നല്ലൊരു കഥാപാത്രമാണ് സച്ചി എന്ന് പറയുന്നത്. പക്ഷേ സച്ചി ഇപ്പോൾ സച്ചിയെ കൊണ്ടിട്ട് ചുമ്മാ ഓവറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ഉപയോഗമില്ല. അതെൻ്റെ ഈ വീഡിയോ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. കേട്ടാലും കുഴപ്പമില്ല, കേൾക്കുന്നെങ്കിൽ വളരെ നല്ലത്. സച്ചി വളരെ നല്ലൊരു കഥാപാത്രമാണ്. പക്ഷേ പുള്ളിക്കാരനെ കൂടുതൽ ഓവർ കഥാപാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ദയവ് ചെയ്ത് കൊന്നു കളയാതിരിക്കും. സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീരിയലിലൊക്കെ മിതമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യൂ. കിടന്നുറങ്ങുന്നത് പട്ടുസാരി ഉടുത്ത്, രാവിലെ ഉറക്കം എണീക്കുന്നത് തലയിൽ ഒരു കുന്ന് പ്ലാസ്റ്റിക് പൂവും വെച്ചിട്ട്, എന്തൊക്കെയാണ് ഇതൊക്കെ എന്തൊരു വൃത്തികേടാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? സന്ധ്യാസമയത്ത് ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കഥാപാത്രത്തെ നിങ്ങൾ എന്താ കൊണ്ടുവരാത്തത്? അതുപോലെ കുടുംബത്തിന് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കണ്ടാലും ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാത്തത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് കുലസ്ത്രീയെ, എന്നിട്ട് ആ കുലസ്ത്രീക്ക് നെഗറ്റീവായിട്ട് ഒരു പച്ച പരിഷ്കാരിയും കാണും. ആ കുലസ്ത്രീയെ മാപ്പിളയെ അടിച്ചു മാറ്റാനായിട്ട് വേറൊരുത്തി കാണും. ഇതല്ലേ നിങ്ങൾ സീരിയൽ വഴി കൊണ്ടുവരുന്നത്? ഇതൊക്കെ എന്തുവാണ്? പാതിരാത്രി കിടന്നുറങ്ങുന്നതും പട്ടുസാരി ഉടുത്തിട്ട്. ഒട്ടുമിക്ക സീരിയലിലും വിവാഹം കഴിഞ്ഞിട്ട് ദമ്പതികൾ ഒരുമിച്ച് കഴിയുന്നത് ആ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷമെങ്കിലും കഴിയണം അവരൊരുമിച്ച് ജീവിതം തുടങ്ങണമെങ്കിൽ. ഗീതാ ഗോവിന്ദത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞു, ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ വിവാഹം കഴിഞ്ഞു, കുറേ കാലം അങ്ങനെ അങ്ങ് പോയി അവരൊരുമിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അത് ആ ഒരു കഥാപാത്രം അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ പത്തരമാറ്റ് വന്നാലും പത്തരമാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 10 വർഷം കൊണ്ടായിരുന്നു തോന്നുന്നു. ഇതിനാം വെച്ചിട്ട് ഇതേ ഇപ്പോൾ ഇന്നലെയോ മെനിഞ്ഞാന്നുമാണ് അതിനകത്തെ മെയിൻ കഥാപാത്രങ്ങൾ ഒരുമിച്ചത്. അവർ ദമ്പതികളാണ്. അതും അവർ തമ്മിൽ എന്തൊക്കെയോ വിരോധമാണെന്ന് പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെമ്പനീർ പൂവിൽ സച്ചി രേവതി വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരൊരുമിച്ചത്. എന്തുവാണോ ഇങ്ങനെ ഒട്ടുമിക്ക സീരിയലുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇവർക്ക് വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് കൂടെ ഒരുമിക്കുന്നത് എന്തോ അലർജി പോലെയാണ് ഈ സീരിയലുകളിൽ എല്ലാത്തിലും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ? അതും അനാവശ്യമായിട്ടുള്ള ഭയങ്കര ഡയലോഗുകൾ, അത് ഈ ഒട്ടുമിക്ക സീരിയലുകളിലും ഉള്ളതാണ്. ഇതൊക്കെ എന്ത് മെസ്സേജാണ് നിങ്ങൾ നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ നല്ല രീതിയിൽ നിങ്ങളൊരു സീരിയൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുരുഷനും കൂടി പ്രാധാന്യമുള്ള ഒരു സീരിയൽ, ഒരു ചാനലിൽ 5, 6, 10 സീരിയലുകൾ നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു സീരിയലെങ്കിലും നിങ്ങൾ ആണുങ്ങൾക്ക് കൂടി പ്രാധാന്യമുള്ളത് കൊണ്ടുവരൂ. എല്ലാത്തിലും ഈ പെണ്ണുങ്ങളെ കൊച്ചമ്മമാരായിട്ട് ഇരുത്തിയിട്ട് ആണുങ്ങളെ അവരുടെ പിന്നാമ്പുറത്തെ വടക്കേപ്പുറത്തെ കറിവേപ്പില കണക്കാക്കാതിരിക്കൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഒരു സീരിയലുണ്ടല്ലോ, ഏതോ ഒരു സീരിയൽ, മൗനരാഗം. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി, അത് ഒരിക്കലും തീരുന്നില്ല. അതിൽ പറയുന്ന കണക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതെന്തോ ഒരു കഥാപാത്രങ്ങളെന്ന് വെച്ചാൽ അതും അറിയത്തില്ല. ഫുൾ നെഗറ്റീവ് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ മൗനരാഗത്തിനെ പറയാം. എല്ലാം നെഗറ്റീവാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ സൃഷ്ടിക്കുന്നതിനേക്കാളും പോസിറ്റീവുകൾ നിങ്ങൾ സൃഷ്ടിക്കൂ. ഒരു പോസിറ്റീവ് കഥാപാത്രത്തെ നിങ്ങൾ കൊണ്ടുവരൂ. അല്ലെങ്കിൽ കണ്ട് മടുത്ത് കല്യാണിയുടെ കുറേ ഷോ ഓഫുകൾ, ഇതൊക്കെ എന്തോന്നാണ്? നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിനിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവത്തില്ല. പിന്നീട് ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കേൾക്കാം ചിലപ്പോഴൊക്കെ. അമ്മ ചിലപ്പം 2-3 എണ്ണമൊക്കെ കാണത്തുള്ളൂ അമ്മ. ചിലപ്പോഴൊക്കെ അല്ലാതെ മോളിരുന്നുകൊണ്ട് വെക്കുന്ന കേൾക്കാം, കുറ്റം പറയുന്നതും കേൾക്കാം. അപ്പോൾ അതിനകത്ത് എന്ന് കരുതി അവൾ സീരിയലിന് അഡിക്റ്റൊന്നുമല്ല. ഇടയ്ക്കൊക്കെ വെച്ചിങ്ങനെ കേട്ടിട്ട് അവൾ തന്നെ ഇരുന്ന് കളിയാക്കി പറയുന്ന കേൾക്കാം. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നത് പിന്നെ എന്താണ്, നന്ദയുടെ കുഞ്ഞിനെ എന്താണ് പിങ്കിയോ അവളങ്ങടെ പെറ്റു. അത് വാടകയ്ക്കുള്ള ഗർഭപാത്രം, എന്നിട്ട് കൊച്ചിനെ കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിൽ നടക്കുന്ന അടിയും വഴക്കും എൻ്റെ പൊന്നോ, അതങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. അതിനകത്തെന്ന് വെച്ചാൽ മെയിൻ കഥാപാത്രം നന്ദയാണെങ്കിലും ആ ഒരു ഇന്ദീവരം എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ
എന്താണ് രാജേശ്വരി എന്നോ അങ്ങനെ ഏതാണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നു. ആ ഒരു കഥാപാത്രം ചെയ്യുന്നതെന്ന് വെച്ചാൽ മഹേശ്വരിയോ അങ്ങനെ എന്താണ് ആണെന്ന് തോന്നുന്നു. എനിക്കത് ശരിക്കും കഥാപാത്രത്തിൻ്റെ പേരറിയില്ല. അപ്പോൾ രഞ്ജിനിയാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത്. പഴയ നമ്മുടെ സിനിമാ നടി രഞ്ജിനി. നമ്മുടെ ദൂരെ കിഴക്കുതിച്ചു മാണിക്യച്ചെമ്പഴുക്ക ആ ഒരു രഞ്ജിനി ഉണ്ടല്ലോ, ആ രഞ്ജിനിയാണ് ആ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, രഞ്ജിനിയുടെ ഓവർ ആക്ടിങ്, അവരൊരു സിനിമാ നടിയായിരുന്നു എന്നുള്ള ആ ഒരു ഇതുപോലുമില്ല. എന്തൊക്കെയാണ് അവരിത് കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ, പണ്ടൊരു സീരിയലുണ്ടായിരുന്നു മായാവതി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന, അവരുടെ പേരെന്താണ്, അവരുടെ പേര് മറന്നുപോയല്ലേ ദൈവമേ, ഒരു നടി ഉണ്ടായിരുന്നല്ലോ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. മായാവതി എന്ന് പറയില്ലേ, ചന്ദനമഴയിലെ, അവർ ദൂരെ ഇരിക്കും. അതുപോലെയുള്ള അഭിനയം. എൻ്റെ പൊന്നി, എന്തിനാണ് നിങ്ങളൊരു സിനിമാ നടിയല്ലേ ഇങ്ങനെ ഓവർ ആക്ടിങ് കാണിച്ച് മരിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? ഭയങ്കര വൃത്തികേട് അവരുടെ അഭിനയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. അതുപോലെയാണ് ഓരോന്നിൻ്റെ അഭിനയം. ഇങ്ങനെയൊക്കെ അഭിനയിക്കാതെ നിങ്ങൾക്കൊക്കെ ഇത്തിരി നാച്ചുറലായിട്ട് അഭിനയിച്ചുകൂടെ? എന്തായാലും ഈ സീരിയലുകളൊക്കെ കൊണ്ടിട്ട് ആർക്കും ഗുണമൊന്നും ഉണ്ടാവാൻ പോണില്ല, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് സീരിയലുകളൊക്കെ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നിർത്തുകയൊന്നും വേണ്ട. കാരണം ഇതുവഴി ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കഞ്ഞിയിൽ പാറ്റ വാരിയിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഈ നെഗറ്റീവ് പാടെ കളഞ്ഞിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രവും ആ ഒരു രീതിയിൽ എത്രയോ നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ കണ്ടില്ലേ മഞ്ഞുരുകും കാലം, എന്ത് നല്ല സീരിയലായിരുന്നു. ശരിക്കും അത് കണ്ടാൽ നമുക്ക് വളരെ മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന സീരിയലായിരുന്നു. അതുപോലെ തന്നെ പഴയ ജാലയായി എന്നാൽ ചോദിക്കും, പഴയ കഥകളിലൊന്നും ഒരു കാര്യമില്ല. ആ വസ്ത്രധാരണം ഒക്കെ കഥാപാത്രത്തിൻ്റേതായിട്ടുള്ള വരണം. ഈ പെണ്ണുങ്ങളെ എടുത്ത് വലിയ ആളാക്കി വെച്ചിട്ട് ആണുങ്ങളെ വെറും ചവിട്ടികളുണ്ടല്ലോ, നമ്മൾ ചവിട്ടി നടന്നു പോകുന്ന അതാക്കി ഇടുന്ന ആ ഒരു പരിപാടിയൊക്കെ നിർത്തിയിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരിയലാണ് വരുന്നതെങ്കിൽ അത് കാണാൻ ഭയങ്കര രസമായിരിക്കും. അത് മാത്രമല്ല, ഈ പട്ടുസാരിയും പ്ലാസ്റ്റിക് പൂവൊക്കെ എടുത്ത് ദൂരെ എടുത്ത് കളയണം. ഇതിൻ്റെയൊക്കെ സമയമൊക്കെ കഴിഞ്ഞു, ഈ പട്ടുസാരിയും പ്ലാസ്റ്റിക് പൂവൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ബാഡ് കമൻറ്റ് വരുമെന്നറിയാം, വന്നോളൂ, കുഴപ്പമില്ല. അതുപോലെ പിന്നെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ എങ്ങനെ നെഗറ്റീവ് ആവാതിരിക്കും? ഈ നെഗറ്റീവല്ലേ ഏത് നേരം അരച്ചിലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ഇതും കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും. വീട്ടിലുള്ള സ്വന്തം ചേട്ടനെ തന്നെ പ്രേമിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ പൊങ്കാല ഇടാൻ വരുന്നവർ ഇങ്ങോട്ട് വന്ന് പൊങ്കാല ഇട്ടുള്ളൂ. പൊങ്കാല ഇടുമ്പോഴത്തേക്ക് എല്ലാവരും ശർക്കര പൊങ്കാല തന്നെ ഇടണമെന്നില്ല, തെരളിയും മോദകവും ഒക്കെ ആവാം, ഒരു വെറൈറ്റി ആയിരുന്നോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.